എല്ലാവർക്കും TS ഓഫീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റീസൈക്കിൾ ബിന്നിൽ കിടക്കുന്ന ഡിലീറ്റ് ആയിട്ടുള്ള ഫയൽസ് എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്നും റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നോക്കാം. നമ്മൾ നോർമൽ രീതിയിൽ ഡിലീറ്റ് ബട്ടൺ മാത്രം പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് റീസൈക്കിൾ ബിന്നിലാണ് പോയി കിടക്കുക. Shift+Delete ഷിഫ്റ്റും ഡിലീറ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഡിലീറ്റായി റീസൈക്കിൾ ബിന്നിൽ പോകാതെ പെർമനൻ്റായിട്ട് അത് ഡിലീറ്റായി പോകും. നോർമൽ രീതിയിൽ ഡിലീറ്റ് ചെയ്ത് റീസൈക്കിൾ ബിന്നിൽ കിടക്കുന്ന ഫയൽ എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്നും അതിനു മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഇതാണ് എൻ്റെ റീസൈക്കിൾ ബിൻ. ഇതിൽ 3 ഫയൽസാണുള്ളത്. 3ഉം ഞാൻ ഡിലീറ്റ് ചെയ്ത ഫയലാണ്. ഇത് റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ ഓപ്ഷൻ ഉണ്ട്, കട്ടുണ്ട്, ഡിലീറ്റ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾക്ക് ഈ ഫയൽ ഇവിടെ വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. നമ്മൾ എന്ത് ചെയ്താലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. റീസ്റ്റോർ ചെയ്താൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയാൽ ഒറിജിൻ എന്നൊരു പോർഷൻ കാണാം. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഈ ഫയൽ എവിടെയാണ് ആക്ച്വലി കിടന്നിരുന്നത് എന്നാണത് പറയുന്നത്. എപ്പോഴും റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായി ഒറിജിൻ നോക്കണം. കാരണം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആക്ച്വൽ ഒറിജിനിലേക്കാണ് പോയി വീഴുക. അതായത് പ്രോപ്പർട്ടീസിൽ പോയി നമ്മൾ ഒറിജിൻ കണ്ടു, ഡെസ്ക്ടോപ്പാണ്. അതിൽ നമുക്ക് റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് റീസ്റ്റോർ എന്ന് കൊടുത്താൽ ആ ഫയൽ റീസൈക്കിൾ ബിന്നിൽ നിന്നും പോയി അതിൻ്റെ ഒറിജിനിലേക്ക് പോകും. ഒറിജിൻ എന്നുള്ളത് ഡെസ്ക്ടോപ്പായിരുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ഡെസ്ക്ടോപ്പിൽ ഇത് കാണാൻ സാധിക്കുന്നു. ഈ ഫയൽ ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്ത് റീസൈക്കിൾ ബിന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നമുക്ക് മറ്റൊരു ഫയൽ റീസ്റ്റോർ ചെയ്ത് നോക്കാം. ഇനി ഇതിനകത്തുള്ള ഇമേജ് ഫയൽ ഒന്ന് റീസ്റ്റോർ ചെയ്ത് നോക്കാം. അതിനെ പ്രോപ്പർട്ടീസിൽ പോയി ഒറിജിൻ കണ്ടു. ഫോർ മൊവാവി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒറിജിൻ. ഇതിപ്പം ഡെസ്ക്ടോപ്പ് അല്ല, മറ്റേതോ ഫോൾഡറാണ്. ബെറ്റർ എന്ന് പറയുന്നത് ആ ഒറിജിൻ എന്താണെന്ന് കോപ്പി ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് സ്റ്റാർട്ടിൽ പോയി റണ്ണിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതേ പേരിലുള്ള എല്ലാ ഫോൾഡേഴ്സും ഓപ്പൺ ആവും. ഫോൾഡറാണ് നമുക്ക് വേണ്ടത്. ആ ഫോൾഡർ സിമ്പിൾ അറിയാം. ഓക്കെ, ഫോൾഡർ സിമ്പിൾ ഉള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫോൾഡർ ലൊക്കേഷൻ പോവുക. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടറിനകത്ത് ഈ ഡ്രൈവിനകത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ മൊവാവിക്കകത്ത് ഫോർ മൊവാവി എന്ന് പറയുന്ന ഇതിനകത്തേക്കായിരിക്കും ഈ ഫയൽ വരിക. നമുക്കിന്നൊന്ന് റീസ്റ്റോർ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ റീസൈക്കിൾ ബിന്നിൽ നിന്നും പോയി. നോർമൽ കേസിലാണ് ഇത് എങ്ങോട്ട് പോയി നമുക്കറിയാൻ പറ്റില്ല. ഇത് ലൊക്കേഷൻ നമുക്കറിയാവുന്നത് കൊണ്ട് ഫോർ മൊവാവിയിൽ പോയി നോക്കിയാൽ ഈ ഫയൽ കാണാം. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒറിജിൻ ചെക്ക് ചെയ്ത ശേഷം മാത്രം റീസ്റ്റോർ ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് TS ഓഫീസ്.